ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് അപ്പച്ചനൊരു വണ്ടി പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്ന് അപ്പച്ചനും ഞാനും ചച്ചും ഇച്ചാനും കൂടിയാണ് പോകാൻ പോണത്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ നേരത്തെ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 15-ാം തീയതിക്ക് കിട്ടുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അവരിന്ന് പെട്ടെന്ന് വിളിച്ചു, ഇന്നത്തേക്ക് വണ്ടി രജിസ്ട്രേഷനൊക്കെ കഴിഞ്ഞ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് നമുക്ക് വണ്ടി കിട്ടുകയാണ്. അപ്പോൾ അപ്പച്ചൻ്റെ വണ്ടി ആക്സസ് ആയിരുന്നു. അത് നമ്മളിപ്പോൾ ഓൾറെഡി അത് സെയിൽ ചെയ്തു. ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ആ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അപ്പച്ചൻ എന്താ റെഡി ആയിട്ട് സെറ്റായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് പോവാം അപ്പച്ച. അപ്പോൾ ഇതാഴ്ച വന്നു, നമ്മൾ കയറി പോകാൻ പോകണം. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഓപ്പോസിറ്റിൽ നിന്ന് ഒരു അംബാസഡർ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കളറും അതിന്റെ രജിസ്ട്രേഷനെ കുറിച്ചുള്ള സംസാരമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെയാ നിർത്തണേ? വണ്ടി കയറാനുള്ള സ്പേസ്. അപ്പോൾ നോർത്ത് പറവൂരുള്ള ഓല ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഷോറൂമിലാണ് കേട്ടോ ഇപ്പം നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ദാ ഈ കാണുന്ന ബ്ലാക്ക് റെഡ് കോമ്പിനേഷനുള്ള വണ്ടിയാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഇതാ എല്ലാ സെറ്റിങ്സും ചെയ്തു വെച്ചിട്ടുണ്ട്. ബാക്കി ഇതാ ഈ മിററും കൂടി ഒന്ന് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള പേപ്പർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ഞാൻ വണ്ടിയുടെ കളറും ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം വണ്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. സീറ്റ് ഓപ്പൺ ചെയ്യണതും ക്ലോസ് ചെയ്യണതും പിന്നെ ചാർജിങ്ങിൻ്റെ കാര്യങ്ങളും പ്രസ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു. അതിനുശേഷം അപ്പച്ചനോട് വണ്ടിയിൽ കയറി ഇരുന്നിട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കണായിരുന്നു. അതിനുശേഷം വണ്ടിയുടെ കീ അപ്പച്ചന് ഹാൻഡ് ഓവർ ചെയ്തുട്ടാ. പിന്നെ ഇവിടുത്തെ സ്റ്റാഫ് തന്നെ വണ്ടി പുറത്തേക്ക് ഇറക്കി വെച്ച് തന്നു കേട്ടോ. വണ്ടി കയറി ആ കൊലക്ക പറ്റല്ലേ? അങ്ങനെ ദാപ്പച്ചൻ വണ്ടി എടുക്കുകയാണ് കേട്ടോ. അപ്പച്ചൻ പോന്നു, അപ്പച്ചൻ പോണു. ഈ അപ്പച്ചനെ കണ്ടു. അപ്പൊ അപ്പച്ചന്റെ വണ്ടി വെഞ്ചിരിക്കാൻ വേണ്ടിട്ട് നമ്മളിതാ ചെട്ടിക്കാട് പള്ളിയിലേക്ക് വന്നേക്കാണ് കേട്ടോ. ഞങ്ങള് വീട്ടിൽ പോയിട്ട് അമ്മച്ചിനെ കാണിച്ചിട്ടൊക്കെ വെഞ്ചിരിക്കാന്ന് വിചാരിച്ചേ. അപ്പൊ അപ്പച്ചൻ നേരത്തെ ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് എങ്ങനെയുണ്ടാ വെച്ചാ ഓടിച്ചിട്ട് വണ്ടി മൂവ് ചെയ്യണമെങ്കിൽ ഇത്തിരി നേരം കഴിയണം. നിർത്തിയത് അപ്പച്ചന്റെ വണ്ടി KL 42X 3310 അതാണ് അപ്പച്ചന്റെ വണ്ടിയുടെ നമ്പർ. നമ്മള് ചെട്ടിക്കാട് പള്ളിയിൽ വന്നേക്കാണ്ട വെഞ്ചിരിക്കാനായിട്ട്. പെട്ടെന്ന് വണ്ടി നിന്നല്ല. നമുക്ക് അപ്പച്ചന്റെ വണ്ടിയിൽ ഒരു കൊന്ത വാങ്ങണ്ടേ? അപ്പച്ച കൊന്ത എങ്ങനത്തെ വാങ്ങണം?
ചരട് വേണോ? ആ ചരട് മതിയല്ലേ? കീ ചെയിനാ മാതാവിന്റെ ഏതെടുത്തെ പൊന്തേ പിന്നെ മേടിച്ചു ഈ കീ ചെയിൻ കൊടുത്തു. അതാ നമ്മൾ കീ ഒരെണ്ണം സെറ്റാക്കി കീ ചെയിൻ ഇട്ടു. ഞാനൊന്ന് വണ്ടി ഓടിച്ച് നോക്കട്ടെ എന്ന് പറയും. റിവേഴ്സ് ഇട്, റിവേഴ്സ്. അതിനും സൗണ്ട് വരും അല്ലേ? റിവേഴ്സിന് ഓപ്പോസിറ്റ്, ആക്സിലറേറ്റർ ഓപ്പോസിറ്റ്. മോഡ് മാറ്റ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിന്റെ നാമം പൂജിതമാകണമേ. രാജ്യനിവാഹനത്തെ തിരഞ്ഞെടുക്കണമേ. സകലവിധ തിന്മകളിൽ നിന്നും പൈശാചികമായ പ്രത്യേകമായ സംരക്ഷണയിൽ അമ്മ കാത്തു സൂക്ഷിക്കുന്ന നന്മ മാത്രമേ വാഹനം വഴി സംഭവിക്കുവാൻ വിശുദ്ധ അന്തോണീസ് പുണ്യവാന്റെ പ്രത്യേകമായ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥത നൽകി അനുഗ്രഹിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. അപ്പോൾ വെഞ്ചിരിപ്പിന് ശേഷം കൊന്ത മിററിൽ ഹാങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വണ്ടി ഞാനൊന്ന് ഓടിച്ചു നോക്കാൻ പോവാണ് കേട്ടോ. താഴെ കിടക്കുന്ന ചരലായതുകൊണ്ട് എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്, സ്ലിപ്പായി പോകുന്നു. പക്ഷേ ഈ വണ്ടി ഓടിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ സ്ലിപ്പായി വീഴുമോ എന്നുള്ളൊരു പേടിയേ വേണ്ട. നല്ല അടിപൊളി വണ്ടിയാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. നോർമൽ കിടന്ന കുഴപ്പമില്ല. കളർ ചെയ്ത് വേണമെന്ന് കൺഫ്യൂഷൻ ആയപ്പോ ചച്ചു പറഞ്ഞ കളറാണ് ബ്ലാക്ക് റെഡ് കോമ്പിനേഷനുള്ള കളർ. അപ്പൊ പിന്നെ അപ്പച്ചൻ അതങ്ങ് ഫിക്സ് ചെയ്ത് കഴിച്ചോ, സ്റ്റിക്കർ കഴിച്ചോ. അത് മേടിക്കണമെന്ന്, അത് കഴിഞ്ഞിട്ട് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഈ സൈഡില് ഇതുണ്ട്, വെക്കാനുള്ളത് ഓർഡർ ചെയ്യണം. അത് പൊട്ടിക്കണ്ടട്ടാ. എനിക്ക് പൊട്ടിക്കാൻ. ഫ്രണ്ടില് വായിച്ചറിഞ്ഞൊക്കെ ഉണ്ടല്ലോ, അത് പൊളിച്ചളയല്ല. കളഞ്ഞോ, അല്ലെങ്കിൽ എനിക്ക് കളയണോ എന്ത് ചെയ്യണം? ഇഴുകിപ്പോരും കളയല്ലേ? വേണ്ട, കളഞ്ഞു. അപ്പൊ ആ സമയത്ത് ഇട്ടായി. അതും അവിടെ രണ്ടും ഒലയുടെ ഹെൽമെറ്റിന് മറ്റേ ഞാൻ എടുത്തോളാം.
എന്തിനാണ് ടൂൾ കിറ്റായി ഇതിങ്ങനെ നോക്കണം. ഇത് നോക്ക്, ഇതിങ്ങനെ നോക്കിയായിരുന്നെങ്കിൽ കയറി ഫിറ്റായിട്ടിരിക്കണ്ടേ. എന്തെങ്കിലും ആദ്യമായിട്ട് കയറ്റി കയറിയേ ഫുള്ള് ഇങ്ങനെ ഇരിക്കണ്ട, ഫിറ്റായിട്ടിരിക്കണം. ചാർജർ ഞാൻ പൊട്ടിക്കാം. അത് പൊട്ടിക്കണ്ട, പൊട്ടിക്കണോപ്പ എല്ലാരും ടാറ്റ കൊടുത്ത് എല്ലാരും ഒരുമിച്ച് അഞ്ചി ടാറ്റ ഉണ്ടാ